സഹൃദയരായ കലാസ്നേഹികളെ ഏവർക്കും വന്ദനം. എങ്ങനെയുണ്ട് ഇൻട്രൊഡക്ഷൻ? ഇത് ഒരു അമ്മായിയമ്മയും മരുമകളും തമ്മിലുള്ള അഗാധമായിട്ടുള്ള ബന്ധത്തിൻ്റെ കഥയാണ്. കഥ നടക്കുന്നത് അത് എൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് 2 മണിക്കൂർ, അതെൻ്റെ ജനിച്ച സ്ഥലത്തിൻ്റെ 2 മണിക്കൂർ ഡിസ്റ്റൻസിലാണ് ഈ കഥ നടക്കുന്നത്, ബസ്സിന് പോയാൽ. അപ്പോൾ എൻ്റെ ഒപ്പം പഠിച്ച ചെക്കന്മാരൊക്കെ ഉപജീവനം തേടി പല സ്ഥലത്തും പല ജോലിയിലൊക്കെ ഏർപ്പെട്ടു. അങ്ങനെ ഒരുത്തം പോയിട്ട് ഈ 2 മണിക്കൂർ ദൂരമുള്ള സ്ഥലത്ത് ഒരു പച്ചക്കറി കടയിലാണ് നിൽക്കുന്നത്. സെയിൽസ് അല്ല, അവനെല്ലാം വലിയ കട. ഇപ്പോൾ കുറേ കാലമായിട്ട് അവനവിടെ നിൽക്കണോണ്ട് മുതലാളി അവനൊരു റൂം, ഒരു ചെറിയൊരു കിടക്കാനൊക്കെ സൗകര്യം ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഡെയിലി വരില്ല അവൻ. അപ്പോൾ ആ സ്ഥലത്തേക്ക് ഞങ്ങളുടെ നാട്ടിൽ നിന്നൊരു പെൺകുട്ടിനെ കെട്ടിച്ചു വിട്ടിട്ടുണ്ട്. ഏകദേശം എന്നിലൊക്കെ 2 വയസ്സിനുള്ളത്, ഞങ്ങളിലൊക്കെ. അപ്പോൾ ഇവൻ ഈ പച്ചക്കറി വാങ്ങാൻ വരുമ്പോഴേക്ക് ഇവളെ കാണും. ഇവളെ കെട്ടിച്ചു വിട്ട വീട്ടിൽ ഇവളുടെ ഭർത്താവ്, അമ്മായിയമ്മ, കുട്ടികളായിട്ടില്ല. ഈ ഭർത്താവിനൊരു പ്രത്യേകത ഉണ്ട്. അത് നാടോടിയാണ്, ദേശാടന കിളിയാണ്. ഒരു മുന്നറിയിപ്പും ഇല്ലാണ്ട് നാട് വിട്ടു പോകും. പിന്നെ ഒരു 5-6 മാസം കാണുക തന്നെ ഇല്ല. ഏതെങ്കിലും ഹോട്ടലിലൊക്കെ പോയി ജോലി എടുക്കും. ഒരു 5-6 മാസം കഴിയുമ്പോൾ വരും. കുറച്ച് പൈസയൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ 1 കൊല്ലം വരെ നീളാം. എവിടെയാണെന്നുള്ള കമ്മ്യൂണിക്കേഷനൊന്നും ഉണ്ടാവില്ല. ഒരു പ്രാവശ്യം കൊയിലാണ്ടിൽ നിന്നപ്പോൾ ഒരു എഴുത്ത് വിട്ടിട്ടുണ്ട്, ഒരൊറ്റ ലെറ്റർ, ഞാൻ ഇന്ന സ്ഥലത്തുണ്ടെന്ന്. അത് ഫ്രം അഡ്രസ്സൊന്നുമില്ല. എന്താണ് അതിൻ്റെ ഉദ്ദേശം എന്ന് ഇപ്പോഴും ആയിരിക്കും മനസ്സിലായിട്ടില്ല. അതായത് വീട്ടിൽ നിന്നുള്ള, ഭാര്യൻ്റെ അടുത്ത് നിന്നുള്ള ഒളിച്ചോട്ടമാണോ എന്തോ അറിയില്ല. പിള്ളേരായിട്ടില്ല. അപ്പോൾ ഈ പെണ്ണിന് ഒരു 32 വയസ്സ് 35 വയസ്സൊക്കെ ആയിട്ടുണ്ട്. അമ്മായിയമ്മക്ക് 55 കഴിഞ്ഞ്. ഇവർ രണ്ടാളും ഉള്ളു വീട്ടിൽ. അപ്പോൾ ഇവർ കിടക്കണത് ഒരു മുറിയിലാണ്. ആകെ ഒരു കട്ടിലുള്ള. അപ്പോൾ കട്ടിലുമേ അമ്മായിയമ്മ കിടക്കും, ഇവൾ നിലത്ത് പായ വിരിച്ച് കിടക്കും. രണ്ടാളും ഭയങ്കര സ്നേഹമാണ്. തലയിലെ ഫാനൊക്കെ നോക്കി കൊടുക്കും. അതൊരു അമ്മായിയമ്മ മരുമകളല്ല, അതായത് സുഹൃത്തുക്കൾ പോലെ. അപ്പോൾ ഈ അമ്മയ്ക്ക് ഭയങ്കര സങ്കടം. നല്ലൊരു യൗവനയുക്തമായിട്ടുള്ളൊരു പെണ്ണിനെ ഇട്ടിട്ടാണല്ലോ ഈ പോയത് മോൻ. അപ്പോൾ അതുകൊണ്ടെന്താ, ഈ പെണ്ണിനും ഈ മരുമകൾക്കും ശാരീരികമായിട്ടുള്ള ആവശ്യങ്ങളൊക്കെ ഉണ്ടെന്ന് തിരിച്ചറിയണ അമ്മായിയമ്മ. എപ്പോഴും ഇവർ പറയും, എൻ്റെ മോൻ പ്രസവിച്ചതിൽ എനിക്ക് വിഷമമുണ്ട്, കാരണം അവൻ കാരണമല്ല നിൻ്റെ ജീവിതം ഇങ്ങനെ ആയതെന്നൊക്കെ പറയുമ്പോൾ മരുമകൾ പറയും, അത് സാരില്ല അമ്മ, എൻ്റെ വിധി അങ്ങനെ. കാലങ്ങളിങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു പോകാം. അപ്പോൾ ഒരു ദിവസം രാത്രി ഒരു 11 മണിയൊക്കെ ആയപ്പോൾ ഈ മരുമോള് കട്ടിലിൻ്റെ അടിയിലല്ലേ കിടക്കുന്നത്. അത് നിശബ്ദമായിട്ടുള്ള, രാത്രിയിൽ വലിയ ശബ്ദകോലാഹലങ്ങളൊന്നുമില്ല. റൂമിൻ്റെ ഉള്ളിൽ ദീർഘനിശ്വാസം വിട്ടാൽ പോലും അറിയും, അത്ര നിശബ്ദതയാണ് ആ റൂമിൽ. മരുമോൾ എന്ത് ചെയ്ത്, സ്വയംഭോഗം ചെയ്ത്. ചില ദിവസങ്ങളിൽ സ്ത്രീകൾക്ക് അടക്കാനാവാത്ത കാമം വരും. അപ്പോൾ അവരവിടെ എന്തെങ്കിലും ചെയ്യും. ചെയ്യാത്തവരുണ്ട്, എല്ലാവരും ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ചില ആൾക്കാർ ചെയ്യാത്ത സ്ത്രീകളുണ്ട്. പക്ഷെ ഇവൾക്ക് ഓർഗാസം വരാനായപ്പോൾ വേഗത്തിൽ വിരലുകൾ ചലിപ്പിച്ചപ്പോൾ ഇവളുടെ ശ്വാസനിശ്വാസങ്ങൾ ഇച്ചിരി ഒച്ചത്തിലായിപ്പോയി. അത് ഇവളറിയാതെ സംഭവിച്ച വികാരമൂർച്ചയിൽ ഇവിടെ ശ്വാസഗതി കുറച്ച് ദ്രുതഗതിയിലും കുറച്ച് ശബ്ദത്തിലുമായിപ്പോയി. കട്ടിലുമേ അമ്മായിയമ്മ ഉറങ്ങാണ്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് മനസ്സിലായി മരുമകൾ സ്വയംഭോഗം ചെയ്തതാണ്. അവർക്കും അതേ സമയം തന്നെ വികാരം കൊണ്ട് അവരും നെരുപുരി കൊള്ളാൻ തുടങ്ങി. അപ്പോൾ പെട്ടെന്ന് മരുമകളെ വിളിക്കാൻ അവർക്ക് മനസ്സ് വന്നില്ല. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇവർ മോളെ വിളിച്ച്. അപ്പോൾ ഈ പെണ്ണാകെ ചമ്മി,
എന്താ അമ്മ ചോദിച്ച്, ഉറക്കം വരണില്ലേ മോളെ ചോദിച്ച്. ഇല്ല പറഞ്ഞു. എനിക്കും വരണില്ല, എൻ്റെ അടുത്ത് വന്ന് കിടക്കാൻ പറഞ്ഞു. അപ്പോൾ ഇവർ തമ്മിൽ അത്ര ക്ലോസാണ്. അപ്പോൾ ഇവള് മനസ്സിലോടെ വന്ന് കട്ടിലുമ്മേ കയറി കിടന്നു. അപ്പോൾ രണ്ടാൾക്ക് കിടക്കാൻ പറ്റിയ കട്ടില്ല. കിടന്നു കഴിഞ്ഞ് ചോദ്യം പറച്ചിലൊന്നുമില്ല. അമ്മായിയമ്മ ശരിക്കും അവരുടെ ഡ്രസ്സൊക്കെ ഉയർത്തി വെച്ചിട്ടുണ്ടായി. മരുമകളുടെ കൈയെടുത്ത് അവരുടെ സ്ഥാനത്ത് വെച്ചു. അതായത് അവർക്ക് അത്ര അടക്കാനാവാത്ത ഒരു വികാരം വന്ന സമയമായിരുന്നു. അപ്പോൾ അമ്മായിയമ്മ മരുമകൾ ആ റിലേഷനൊന്നും അവർക്ക് മനസ്സിൽ വന്നില്ല. ഇവളുടെ കൈയെടുത്ത് ഓപ്പണായിട്ട് പിന്നെ ഡ്രസ്സ് ഉയർത്തി വെച്ചേക്കല്ലേ, ഷഡ്യൊന്നും ഇട്ടില്ല, കറക്റ്റായിട്ട് ആ കടി സ്ഥലത്ത് ഈ കൈയെടുത്ത് വെച്ച്. അപ്പം മരുമകൾക്ക് മനസ്സിലായി. കാരണം ഒരു സെയിം സിറ്റുവേഷനുള്ള ഈ മരുമകൾക്കും. അപ്പോൾ അവൾക്ക് ഈ അമ്മേൻ്റെ ഗതികേട് മനസ്സിലായി. ഇവള് വിരലുകളുണ്ട്, സംസാരമൊന്നുമില്ല, അതിവേഗം ചലിപ്പിച്ച് അവർക്ക് വരുത്തി കൊടുത്ത് രണ്ടാളും കെട്ടിപ്പിടിച്ചുറങ്ങി. പിന്നെ മിക്ക ദിവസങ്ങളിലും അത് ഇവർ രണ്ടാളും ലെസ്ബിയനല്ല, ഗതികേടുണ്ട് ചെയ്യാൻ. ഇവർക്ക് പുരുഷന്മാരാണ് ആഗ്രഹം. അങ്ങനെ ഒരു ദിവസം തല നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ പേനൊക്കെ എടുക്കുമ്പോൾ അമ്മ പറഞ്ഞ്, നോക്കിയേ, ഇങ്ങനെയൊന്നും ചെയ്തിട്ട് കാര്യമില്ലല്ലോ, നിനക്കൊരു പുരുഷൻ്റെ ചൂടും ചൂരൊക്കെ ആഗ്രഹമില്ലേ, നീ രഹസ്യമായിട്ട് ആരോടെങ്കിലും ബന്ധം സ്ഥാപിച്ചോ, ഞാനൊരു മനുഷ്യനോട് പറയില്ല, കാരണം എൻ്റെ മോൻ നിന്നെ ചതിച്ചതാണ്, അതിന് പരിഹാരം ചെയ്യേണ്ടത് ഞാനാ പറയും. അപ്പോൾ ഇവള് പറഞ്ഞ്, അമ്മ ഞങ്ങളുടെ നാട്ടിലുള്ളൊരു ചേട്ടൻ ഇവിടെ പച്ചക്കറി കടയിലുണ്ട്. അപ്പോൾ എൻ്റെ കൂട്ടുകാരൻ ഇവളോട് ഇങ്ങനെ ചോദിക്കും, ഭർത്താവ് ഇവിടെ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഇവള് പറഞ്ഞിട്ടുണ്ട്, അത് നാട് വിട്ടിങ്ങനെ പോകുന്ന ആളാണ്, ഇപ്പോൾ എവിടെയെന്ന് അറിയില്ല എന്നൊക്കെ പറഞ്ഞ്. അന്നോട്ട് ഇവളെ ട്യൂൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവള് പറഞ്ഞ അമ്മായിയമ്മയൊക്കെ ഉണ്ട്, പേടിയാണെന്നും പറഞ്ഞ് ഒഴിഞ്ഞു മാറുക. അപ്പോൾ അമ്മായിയമ്മനോട് പറയും, ഇങ്ങനെ ചേട്ടനുണ്ട്, നല്ല ആരോഗ്യമൊക്കെ ഉള്ള ആളാണ്, ഞാൻ വ്യക്തമായിട്ട് അറിയണ ആളാണ്, അയാൾ എന്നോട് ചോദിക്കണ കുറേ ആയിരുന്നു പറഞ്ഞു. അത് ഒറ്റയ്ക്ക് നിൽക്കുന്ന പെണ്ണുങ്ങളോട് എല്ലാവരും ചോദിക്കും, അതൊരു നഗ്ന സത്യം. വേറൊന്നുണ്ട്, സാധാരണ പൊതുവെ സ്ത്രീകൾ സ്വന്തം നാട്ടിലുള്ളവർക്ക് കൊടുക്കൂല, കൊടുക്കുകയാണെങ്കിൽ തന്നെ അത്ര വിശ്വസ്തരായിട്ടുള്ള ആൾക്കാർക്ക് കൊടുക്കുള്ളൂ. അപ്പം ഇവൻ അന്യ നാട്ടുകാരനാണ്, അപ്പോൾ ഇവർക്ക് കൊട്ടിപ്പാടി നടക്കില്ലല്ലോ. അപ്പോൾ അമ്മായിയമ്മനോട് പറഞ്ഞപ്പോൾ അമ്മായിയമ്മ പറഞ്ഞ്, എന്നാൽ അയാളെ ഇങ്ങോട്ട് വിളിക്ക്, രാത്രി വരാൻ പറഞ്ഞു, ഇടയ്ക്കിടയ്ക്ക് വന്നോട്ടെ, നിൻ്റെ എന്തെങ്കിലും മാറി കിട്ടുമല്ലോ അത്. അങ്ങനെ കടയിൽ ചെന്നപ്പോൾ ഇയാൾ പിന്നെ റിപ്പീറ്റ് ചെയ്തപ്പോൾ പറഞ്ഞ് രാത്രി വരാൻ പറഞ്ഞു. അങ്ങനെ വന്ന് ഫസ്റ്റ് ദിവസം രാത്രി നല്ലോണം കളിച്ചിട്ട് അയാൾ പോയി. പിന്നെ അയാൾ ഇടയ്ക്കിടയ്ക്ക് വരൽ തുടങ്ങി. ഇത് എൻ്റെ കൂട്ടുകാരൻ, ഇവൻ പോയി അടിച്ചു കൊടുക്കും. അപ്പോൾ ഒരു ദിവസം അമ്മായിയമ്മ പറഞ്ഞ്, ഏതായാലും മോളുടെ കാര്യം ശരിയായല്ല, എനിക്കിപ്പോൾ മനസ്സിനൊരു തണുപ്പാണ്, കാരണം അല്ലെങ്കിൽ നിന്നെ കാണുമ്പോൾ എനിക്ക് മനസ്സിന് ഭയങ്കര ഒരു തേങ്ങലാണ് പറഞ്ഞു. അതായത് നിൻ്റെ കാര്യം ശരിയായില്ല. അപ്പോൾ പറഞ്ഞേ മരുമോൾ പറഞ്ഞേ, എൻ്റെ കാര്യം മാത്രം നോക്കണ്ട, അമ്മയ്ക്ക് ഞാൻ സെറ്റാക്കി തരാം, കാരണം നിങ്ങളും അത്ര വയസ്സൊന്നും ആയിട്ടില്ല, നിങ്ങൾക്കും ആഗ്രഹമുണ്ടെന്ന് എനിക്കറിയാം, ഞാൻ ആ ചേട്ടനോട് പറയാൻ പറഞ്ഞു. അപ്പോൾ തള്ളേൻ്റെ മനസ്സിൽ ഒരു തണുപ്പ്. അപ്പോൾ ഇവന് കൂടുതൽ പരിചയം, ഇവൻ വരുമ്പോഴേക്ക് തള്ള കാണുന്നുണ്ട്. തള്ളയെന്ന് പറയാൻ പറ്റില്ല, അത് നല്ല ഉടഞ്ഞിട്ടൊന്നുമില്ല, നല്ലൊരു സാധനം. ഇവൻ വരുമ്പോൾ പച്ചക്കറിയൊക്കെ കൊണ്ടുവന്ന് കൊടുക്കും കടയിൽ നിന്ന്, സാമ്പാർ കഷ്ണങ്ങൾ, അതേപോലെ ചിക്കനൊക്കെ കൊണ്ടുവന്ന് കൊടുക്കും. അപ്പോൾ ഇവർക്ക് കുറച്ച് സ്ഥലമൊക്കെ ഉണ്ട്, ഇത് ഈ പട്ടിണി കിടക്കൊന്നുമില്ല. അപ്പോൾ ഇങ്ങനത്തെ എക്സ്ട്രാ സാധനങ്ങളൊക്കെ ഇയാൾ കൊണ്ടുവന്ന് കൊടുക്കും എൻ്റെ കൂട്ടുകാരൻ. അപ്പോൾ ഒരു ദിവസം മരുമകൾ പറഞ്ഞു, ഇന്ന് അമ്മേൻ്റെ അടുത്ത് പോകണം, കാരണം അത് എല്ലാം നമുക്ക് നിശബ്ദമായിട്ട് അനുവാദം തന്നേക്കല്ലേ, അവർക്കുണ്ട് നല്ല വികാരം. അപ്പോൾ ഈ മരുമകളാണ് എൻ്റെ കൂട്ടുകാരനോട് ഈ സംഭവങ്ങൾ വിവരിക്കണത്. എൻ്റെ കൂട്ടുകാരന് എന്നോടിത് വന്ന് പറയും, എന്തുണ്ടെങ്കിലും പറയും. അപ്പോൾ ഇവൻ എന്നോട് ചോദിച്ചേ, അമ്മായിമ്മ നല്ല സൂപ്പർ സാധനം,
നീ ഒരു പ്രാവശ്യം വന്ന് അതിനൊന്ന് അടിച്ചു കൊടുക്കുക ചോദിച്ചു. ഞാൻ ചെല്ലാന്നൊക്കെ പറഞ്ഞു, പക്ഷേ സമയവും സന്ദർഭവും ഒത്തു വന്നില്ല. ഇതുവരെ പോയിട്ടില്ല, ഇപ്പോൾ കാലങ്ങൾ കഴിഞ്ഞു പോയി. അവൻ പറഞ്ഞു 2നെ ഞാൻ സെറ്റാക്കി തരാം. പക്ഷേ എനിക്കൊരു പോളിസി ഉണ്ട്, ഒരാൾ സെറ്റാക്കി തരണതിനൊന്നും എന്നെ കിട്ടൂല. പിന്നെ അമ്മായിയമ്മയ്ക്ക് ഇങ്ങനെ ഒരു ആഗ്രഹമുണ്ട്, അത് സെറ്റാക്കി തരില്ലല്ല, അവിടെ ഒരു വേക്കൻസി ഉണ്ട്. അപ്പോൾ ഇവനൊരു മീഡിയേറ്റർ ആകുമ്പോൾ നോക്കാമെന്നുണ്ടായിരുന്നു. അതും എൻ്റെ പോളിസിക്ക് വിരോധമാണ്. അപ്പം വേറെ കോളൊക്കെ ഒത്തുവരുന്ന സന്ദർഭങ്ങളിൽ ഞാനിത് അങ്ങനെ പോകാൻ പറ്റില്ല. ഞാൻ കണ്ടിട്ടുണ്ട്, പെൺകുട്ടീനെ ഞാൻ അറിയുമല്ലോ, എൻ്റെ നാട്ടുകാരിച്ചാണ്. അമ്മായിമ്മനെ ഒരു ദിവസം കണ്ട്, സൂപ്പർ സാധനം. എന്താ പറയുക, അവരെ കണ്ടാൽ ഒരു പ്രൗഡായിട്ടുള്ള സ്ത്രീകളുണ്ടല്ലോ, എവിടെ നിന്നാലും ഒരു അന്തസ്, ഒരു തലയെടുപ്പ്, അങ്ങനെയുള്ളൊരു അമ്മായിയമ്മയും മരുമകളും ഇങ്ങനെ എല്ലായിടത്തും ഒത്തുവരില്ല. സാധാരണ അമ്മായിയമ്മയും മരുമകളൊക്കെ തമ്മിൽ അടിയാണ്. ഇപ്പം സീരിയലിലൊക്കെ കണ്ടിട്ടില്ലേ, ഈ ആദ്യം അമ്മായിയമ്മയും മരുമകളും ചിലപ്പോൾ വേറെ എവിടെ ഉണ്ടാവുകയുമില്ല. അപ്പോൾ നമസ്കാരം.